മലപ്പുറം വഴിക്കടവ് ആനമറിയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ് അപകടാവസ്ഥയിൽ. കലഹരണപ്പെട്ട കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. ഓരോ നിമിഷവും ഭയന്നാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. സംയുക്ത ചെക്ക് പോസ്റ്റ് കോംപ്ലക്സ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ വഴിക്കടവ് ആനമറയിൽ നാടുകാണിച്ചുരമിറങ്ങി വരുന്ന വാഹനങ്ങളിലെ പരിശോധനയ്ക്കാണ് എക്സൈസ് ചെക്ക് പോസ്റ്റ്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഒരു മഴ പെയ്താൽ ഓഫീസ് ചോർന്നൊലിക്കും. എപ്പോൾ തകർന്നു വീഴുമെന്നറിയാത്ത കെട്ടിടത്തിൽ നിൽക്കാനോ ഇരിക്കാനോ സൗകര്യമില്ല. അത് തകർന്ന് അടിഞ്ഞും ഒരു മൂലക്കെ കിടക്കുകയാണ്. അതൊന്ന് മാറ്റി ചെയ്യാനോ അതല്ലെങ്കിൽ ഒന്ന് പുതുക്കി ചെയ്യാനോ ഇന്നവരെ ഒരു ആൾക്കാരും വന്നു നോക്കിയിട്ടില്ല. അതിന്റെ ഉള്ളിൽ ഫുള്ള് തുരുമ്പ് പിടിച്ച് അതിനകത്തിന്റെ സാധനങ്ങൾ മൊത്തം നശിച്ച് അതിനകത്ത് ഇരിക്കാനും നിൽക്കാനും പറ്റാതെ നമ്മൾ പൊതുജനങ്ങളോട് പറഞ്ഞുകൊണ്ട് അവരടുപ്പ് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം അപ്പുറത്ത് ഒരുക്കി കൊടുത്തുള്ളത്. ഒരു ഗ്രാനൈറ്റ് കമ്പനീന്റെ വക സ്പോൺസർ ചെയ്തുകൊണ്ടാണ് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. എല്ലാ ചെക്ക് പോസ്റ്റുകളും ഒരു കുടക്കീഴിലാക്കുന്ന സംയുക്ത ചെക്ക് പോസ്റ്റ് കോംപ്ലക്സ് എന്ന ആശയം നേരത്തെ ഉയർന്നിരുന്നു. ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. ചെക്ക് പോസ്റ്റ് കോംപ്ലക്സ് നമുക്ക് ഉണ്ടാക്കി തരാന്നല്ല വരുന്ന എല്ലാ മന്ത്രിസഭകളും ഉറപ്പ് പറഞ്ഞു. ഈ മന്ത്രിസഭ വന്നപ്പോൾ ഇവിടെ വന്ന് ഒരു നോക്കി പോവുകയും ചെയ്തു. പോലീസിന്റെയും എക്സൈസിന്റെയും RTOന്റെയും എല്ലാ വിഭാഗം ചെക്ക് പോസ്റ്റ് കോംപ്ലക്സുകൾ ആനമറയിൽ ഉണ്ടാക്കാനും പറഞ്ഞിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന സുമന എൻ മേനോൻ സർക്കാരിന് സമർപ്പിച്ച ഒരു നിർദ്ദേശമായിരുന്നു സംയുക്ത ചെക്ക് പോസ്റ്റ് കോംപ്ലക്സ്. വനം, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, എക്സൈസ്, മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയ വിവിധ ചെക്ക് പോസ്റ്റുകൾ സംയോജിപ്പിച്ച് അഴിമതി ഇല്ലാതാക്കുകയും പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.